കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെല്ലാം പ്രതിരോധത്തിലാകുമോ അന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കാൻ രംഗത്ത് വരുന്നതാണ് ചലച്ചിത്ര പ്രവർത്തകരും അതോടൊപ്പം തന്നെ സാഹിത്യ പ്രവർത്തകരുമല്ല. ഇന്ന് അവർ കൂട്ടത്തോടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാകുകയാണ്. എതിരാകുക മാത്രമല്ല, അവർ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. കോൺഗ്രസിനുമായി മത്സരിക്കുമെന്ന് പറയുന്നു, കോൺഗ്രസിനായി വാദിക്കുന്നു. ഇതെന്താണ് കേരളത്തിലെ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ ആകാൻ കാരണം? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യകാലങ്ങളിൽ സമ്പൂർണ്ണ പ്രതിപക്ഷമായിരുന്നു. കേരളത്തിൽ ആദ്യമായി EMSന്റെ ഗവൺമെൻറ് വന്നത് തന്നെ ലോക അത്ഭുതങ്ങളിലൊന്നാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തിൽ വരുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ഭരണകർത്താക്കളെ എതിർക്കുക എന്നുള്ളതായിരുന്നു സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ഒക്കെ ഒരു രീതി. അത് സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമാണ്. അന്ന് കോൺഗ്രസോ അതല്ലെങ്കിൽ അതുപോലെയുള്ള പാർട്ടികളോ അല്ലെങ്കിൽ ജന്മികളോ ഒക്കെ ആയിരുന്നു. അങ്ങനെ KPAC നാടക ഗ്രൂപ്പിൻ്റെയും സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങളുമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് കാരണം ആക്കിയത്. എന്നാൽ ഇപ്പോൾ തുടർച്ചയായ 10 വർഷത്തെ ഭരണം ഒരു സംശയവും വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ മൊത്തത്തിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങളുണ്ടായി. ഒരുപക്ഷെ 10 വർഷം തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഉണ്ടാകുന്നതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആഭ്യന്തര ചർച്ചയോ ആഭ്യന്തര ജനാധിപത്യമോ ഉൾപാർട്ടി ചർച്ചകളോ ഒന്നും ഇപ്പോഴില്ല. അത് VSന്റെ കാലം വരെ ഉണ്ടായിരുന്നു. VSന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നല്ല, അതിനിശ്ചിതമായ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒന്നും നടക്കാത്തതായിരുന്നു. ഇപ്പോൾ പാർട്ടി ഇല്ല, ഗവൺമെൻറ്റും രണ്ടും രണ്ടല്ല. പണ്ട് നമ്മുടെ ഏറ്റവും വലിയ പരാതി സെക്രട്ടേറിയറ്റിലൊന്നും ആരും വരില്ല, എല്ലാവരും പാർട്ടി ഓഫീസിലാണ് പോകുന്നത്. കാരണം ഭരണം അവിടെയാണ്. ഇപ്പം പാർട്ടി ഓഫീസും AKG ഓഫീസും എല്ലായിടത്തും ഫയൽ പോയാലും പോയില്ലേലും പാർട്ടിയും ശ്രീ പിണറായി വിജയൻ്റെ കൈകളിലാണ്, ഗവൺമെൻറ്റും ശ്രീ പിണറായി വിജയൻ്റെ കൈകളിലാണ്, പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിൻ്റെ കൈകളിലാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ പഴയ ഒരു രാജാവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഏകാധിപതിയെ പോലെയോ ഒക്കെയുള്ള ഒരു സാഹചര്യം ഈ പാർട്ടിയിൽ വന്നു. അപ്പോൾ പണ്ട് തങ്ങൾ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ആഗ്രഹിച്ച, അതാണ് എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒരു സ്വരത്തിൽ പറയുകയാണ്, പിണറായി സർക്കാരിനെതിരെ പറയുകയാണ്. സാറാ ജോസഫ്, സച്ചിദാനന്ദൻ അടക്കമുള്ള, പത്മനാഭൻ അടക്കമുള്ളവർ തുറന്നു പറയുകയാണ്. അത് പറയാനുണ്ടായ സാഹചര്യം ഇതാ, നിലപാടിൽ വന്ന മാറ്റമാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അല്ല ഇവിടെ ആരും എതിർക്കുന്നത്. കോൺഗ്രസ് പോലും ഇവിടെ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അല്ല. അവരും പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലാതാകരുതെന്ന്. പക്ഷേ ഈ രീതിയിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ആപത്താണ്. അത് ഏറ്റവും വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് സാഹിത്യകാരന്മാർക്കാണ്. പക്ഷേ ഈ പൂച്ചയ്ക്കാരും മണികെട്ടും എന്നുള്ളത് പോലെ ആരൊന്ന് തുറന്നു പറയുമെന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അത് ഒന്ന് മാറ്റിക്കൊടുത്തത് ശ്രീ MT വാസുദേവൻ നായരാണ്. മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭരണാധികാരികൾ ജനങ്ങൾക്ക് സ്വീകാര്യമാകണം, ജനങ്ങൾക്ക് സൗകര്യപ്രദമായി കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഒരു വരിയും കൂടി അദ്ദേഹം പറഞ്ഞു, EMSന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നു കൂടെ. കാരണം ഇത് പറഞ്ഞപ്പോൾ ഒരു വിഭാഗം അതിനെ ന്യായീകരിച്ചത് ഭരണാധികാരി എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പോയി. അപ്പോഴാണ് അടുത്ത ഇത് വന്നത്, മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കൊണ്ടും EMS അങ്ങനെ ആയിരുന്നില്ല എന്നും പറഞ്ഞപ്പോൾ സംഗതി ക്ലിയറായല്ലോ. അവിടെ മുതൽ പലർക്കും പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മുമ്പൊരിക്കൽ നമ്മൾക്ക് ശ്രീജിത്ത് ഓർമ്മയുണ്ടാകാം, സക്കറിയ പറഞ്ഞത്, അത് ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്, മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തിനു എഴുന്നേറ്റ് നിന്ന് തൊഴണം, അവന്മാർ നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന അറിയാം ഇപ്പോഴോ? അപ്പോൾ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഭരണാധികാരിയെ എഴുന്നേറ്റ് തൊഴുതണ്ട എങ്കിൽ അത് ഉമ്മൻചാണ്ടിയെയും തൊഴുതണ്ട, പിണറായിയെയും തൊഴുതണ്ട. പിണറായിയെ തൊഴുതണം. അല്ല, അത് ഈ സൂചിപ്പിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഒരു ട്രാക്ക് മാറ്റാനുള്ള കഴിവുണ്ടല്ലോ. ഇപ്പോൾ സച്ചിദാനന്ദ പരാമർശത്തിന് അവർ വേറെ രീതിയിൽ ആഗോളവൽക്കരണവുമായും മുതലാളിത്തവൽക്കരണവുമായും അങ്ങനെ ഒരു കൂട്ടിക്കെട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അദ്ദേഹം അടുത്ത മൂന്നാമതൊരു സർക്കാർ ആഗ്രഹിച്ചെന്നാണ് അവസാനം പറയുന്നത്.
അത് ഈ പണ്ടൊക്കെ ഈ രാജഭരണകാലത്ത് രാജാക്കന്മാർ രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണും, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഈ സ്വപ്നം എന്താണെന്നൊന്നും നിർവചിക്കാൻ അവർക്കറിയില്ല. അതിന് ഈ സ്വപ്നത്തിനെ അനലൈസ് ചെയ്ത് പറയാൻ കുറേ ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം പറയും, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഒരു നെല്ലിൽ 7 കതിരുകൾ, ഓരോ കതിരിലും 7 നാണ്യങ്ങൾ. ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തോന്നിയതോ ശാസ്ത്രീയമായിട്ടോ ആണ് പറഞ്ഞു കൊടുക്കും. ഇവിടെ ഇതൊന്നുമില്ലാതെ തങ്ങൾക്കെതിരെ ഒന്നും വരരുത്, അഥവാ ഭരണാധികാരി എന്നൊരു വാക്കോ എന്തെങ്കിലും ഗവൺമെൻറ് എന്നോ പറഞ്ഞാൽ അത് നിർഭാഗ്യവശാൽ കേന്ദ്രത്തിൽ BJP ആയതുകൊണ്ട് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടാം. അതിപ്പം BJPയോടുള്ള വിരോധമല്ല, അത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനോടാണെന്നേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് ഈ CPMൻ്റെ വലിയ ഒരു നേട്ടം കേന്ദ്രത്തെ എതിർക്കുക, അത് ആര് വന്നാലും എതിർക്കുക, അവരെ താഴെ ഇറക്കുക. അപ്പം വേറൊരാൾ കയറും, ആ കയറുന്നവരെയും പിന്നെ താഴെ ഇറക്കുക. ഈ താഴെ ഇറക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ കേരളത്തിനുള്ളൂ. കേരളം മാത്രമേ സ്വന്തമായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ രാഷ്ട്രീയ നിരീക്ഷകരെന്ന നിലയിൽ CPMൻ്റെ സഹയാത്രികരായി ചാനൽ ചർച്ചയിൽ പോയവരെ ആരെങ്കിലും ഇപ്പോൾ അതിനകത്തുണ്ടോ? അവരെല്ലാം മറുകണ്ഠം ചാടി. റെജി ലൂക്കോസ് ആദ്യമേ എന്ത് ന്യായീകരിച്ചതാണ്. ആ മൊബിലിറ്റി ഒക്കെ വന്നപ്പോഴും ഒക്കെ അദ്ദേഹം ഭയങ്കരമായി ന്യായീകരിച്ച ആളാണ്. അദ്ദേഹത്തിന് അവസാനം സഹിയിട്ടിട്ട് അദ്ദേഹം നിലപാട് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ പേര് കൊടുത്തത് ഓർമ്മയുണ്ടോ? റെജി യൂദാസ്. അപ്പോൾ പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ പറയുന്നതിനകത്ത് കാര്യമുണ്ടെങ്കിൽ കണ്ണൂരിലും കാണണം, അവരുടെ മുൻ MLA നിലപാട് മാറ്റിയപ്പോൾ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹവും പാർട്ടി വിരുദ്ധനായി പാർട്ടിക്ക് പുറത്താണ്. അതെ, അതായത് നമ്മൾ ഈ പണ്ടത്തെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, കൊള്ളസംഘത്തിൽ നമ്മൾക്ക് ചേരാം. ഒരു കൊള്ളസംഘത്തിൽ ചേർന്നാൽ ഒന്നുകിൽ ആ കൊള്ളസംഘത്തിൽ അവൻ്റെ അവസാനം വരെ നിന്നിട്ട് അവിടെ നിന്ന് മരിക്കാം, അതല്ലെങ്കിൽ അവിടുന്ന് മാറി വേറെ ഒരു കൊള്ളസങ്കേതത്തിലേക്ക് പോകാം, അന്ന് തന്നെ ചാവും. എങ്ങനെ പോയാലും കൊള്ളസങ്കേതത്തിൽ ചേർന്നാൽ മരണം ഉറപ്പാണ്. ഒന്നുകിൽ ആദ്യ സംഘം, ഇല്ലെങ്കിൽ മാറിപ്പോയാൽ മറ്റേ സംഘം എന്ന് പറയുന്നത് പോലെ CPMൽ ചേർന്നാൽ മരണം വരെ ആജീവനാന്ത മെമ്പർഷിപ്പ് എടുത്ത് CPMൽ നിന്നുകൊള്ളണം. അവർ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഈ ആള് പാർട്ടി വിരുദ്ധനാകും, വഞ്ചകനാകും, പിന്നെ എന്താ പറയുക, കുലംകുത്തിയാകും, അങ്ങനെ എന്തെല്ലാം വാക്കുകൾ അവർക്ക് വരുന്നു. ബൂർഷാസിയാകും, സാമ്രാജ്യത്വവാദിയാകും, അങ്ങനെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പുതിയ പദങ്ങൾ വരെ കണ്ടുപിടിച്ചു കൊണ്ടുവരും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, ഒരു പാർട്ടിക്കും അത് ശരിയല്ലല്ലോ. ഇപ്പം കോൺഗ്രസിനകത്ത് ആർക്കും എന്തും പറയാമെന്നുള്ളതാണ്, ഇവിടെ ആർക്കും ഒന്നും പറയാനും പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ ചില വാക്കുകൾ പറയും, ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത്, ഇല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. കോൺഗ്രസിനകത്ത് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ അങ്ങ് അഭിപ്രായം പറച്ചിലാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാ പാർട്ടിയുടെ നിലപാട് എന്നുള്ള ഒരു ഇത് വരും. ഇപ്പുറത്താണെങ്കിലോ അങ്ങ് ടോപ്പ് തൊട്ട് ഇങ്ങ് താഴെ വരെ കള്ളത്തരവും മണ്ടത്തരവും ജനവിരുദ്ധമാണെങ്കിലും അത് അതേപടി ഒരേ സ്വരത്തിൽ. തുടക്കം നാം സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഈ തുറന്നു പറയാൻ പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ തുറന്നു പറയുമ്പോൾ ഭീഷണി ഉണ്ടാകുന്നെങ്കിലും പാർട്ടിയിൽ MLA വരുന്നു. അതോടൊപ്പം തന്നെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർട്ടിയുടെ വക്താവായിരിക്കുന്ന പലരും പുറത്തു വരുന്നു, സാഹിത്യ പ്രവർത്തകർ പുറത്തു വരുന്നു. അവർ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് എങ്ങനെ കേരളത്തിലുണ്ടായി? അത് ഈ പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ചിലർ ഏറ്റവും എളുപ്പത്തിൽ അവരെ മോശക്കാരാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം പറയാവുന്നത് ഭരണം മാറുമെന്നൊരു തോന്നൽ വന്നതുകൊണ്ട് അപ്പുറത്തും പോയാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള അവസരം പ്രേംകുമാറിന്റെ പറയും പോലെ സീറ്റ് ഓഫർ ചെയ്തിരിക്കുന്നു. അപ്പം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പോകുന്നവരാണെങ്കിൽ ഇവരെ ഈ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തതും അതുപോലെ ആയിരിക്കുമല്ലോ. കാരണം യഥാർത്ഥ പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞാൽ അടിയുറച്ച് എന്ത് വൃത്തികേട് കണ്ടാലും അടിയുറച്ച് നിൽക്കണം. അപ്പോൾ ഇവരെയൊക്കെ എടുത്തു വെച്ചപ്പോൾ തന്നെ അവരാരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നും അവസരവാദികളാണെന്നും തിരിച്ചറിയണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ അവരെ എടുത്തു വെച്ചതിനകത്ത് തെറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അത് തെറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ
ഇപ്പോൾ സരിൻ ഒറ്റ രാത്രി കൊണ്ടാണ് ഒറ്റപ്പാലത്തെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഏത് പാർട്ടിയിലായാലും. അപ്പം ഈ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, ആരുടെയോ കൈ തൊട്ട് കഴിഞ്ഞാൽ പാപിയും പുണ്യവാനാകും എന്ന് പറയുന്ന കണക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃക്കൈ ഏത് പാപിയുടെയും ഏത് പാർട്ടിക്കാരൻ്റെയും ഏത് വർഗീയവാദിയുടെയും തലയിൽ വെച്ച് കഴിഞ്ഞാൽ പുണ്യാളന്മാരാകുകയും വർഗ നേതാക്കളാകുകയും ചെയ്യുന്ന ഈ ഒരു തോന്നലിനെയാണ് സാഹിത്യകാരന്മാർ, ഇപ്പം എത്രയോ പേര് അവരെ സംബന്ധിച്ചിടത്തോളം അവരല്പമെങ്കിലും മുമ്പും എതിർക്കുന്നവരായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ സഹികെട്ടിട്ടാണ് ഈ നിലയിൽ പ്രതികരിച്ചത്. സച്ചിദാനന്ദനൊക്കെ പറഞ്ഞുവല്ലോ, എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഒന്നുമില്ല, ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഒരു മലയാളത്തിൽ ഒരു വരിയുണ്ട്, മതം കൊണ്ട് ആന ശോഭിക്കും, ആനയ്ക്ക് മതമിളകുന്നത് ആനയ്ക്ക് ഭംഗിയാണ്, ഔദാര്യം കൊണ്ട് ഭൂപതി. അതേസമയം ഭരണാധികാരി എന്തായിരിക്കണം? ഉദാരമതിയായിരിക്കണം. ഉദാരമതിയും മതം കൊണ്ടാൽ പ്രശ്നമാണ്. മുഖ്യമന്ത്രി തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഒരു മുഖ്യമന്ത്രിയും പറയാൻ പാടില്ലാത്തൊരു വാചകം അദ്ദേഹം കയറി പറഞ്ഞില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണം ആരുടെ കയ്യിലാണ് കൊണ്ടുപോയി കെട്ടിക്കൊടുത്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ ഭരണത്തിൻ്റെ ഏഴയലത്തില്ല, എന്നാ പോയെന്നറിയില്ല. ആ വാക്കുപയോഗിക്കാൻ പാടില്ല. വേണമെങ്കിൽ പറയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ CPM-ന്റെ നേതാക്കന്മാരുടെ അടുത്ത് ശിവൻകുട്ടി പറഞ്ഞത് സ്വർണ്ണ സോണിയാഗാന്ധിയുടെ അടുത്തുണ്ടെന്നാണ്. ഉണ്ടെന്ന് ഈ ഇവിടുന്ന് കിട്ടിയതാണ് അവിടെ കൊണ്ടുപോയി കയ്യിൽ കെട്ടിക്കൊടുത്തത് പോലെയാണ് പറയുന്നത്. എന്നാൽ പിന്നെ കേസെടുക്കാത്ത എന്താ? ഇതൊക്കെ കൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി സാഹിത്യകാരന്മാരെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് തന്നെ നാണമില്ല എന്നൊക്കെ ചോദ്യങ്ങൾ വന്നതാണ് ഈ പാർട്ടിയെ ഇനിയും ന്യായീകരിച്ചുകൊണ്ട് നടക്കാൻ. അതും കൂടെ കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സ്ത്രീകളാണ് ഏറ്റവും വേഗത്തിൽ, കാരണം അവരടിമകളാവില്ല. അവരിപ്പം സ്വന്തം ഭർത്താവ് പറഞ്ഞാൽ പോലും അവർക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ഒരു പാർട്ടി ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവരും ഇതിനു വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ രണ്ട് നിലപാട്. ഇപ്പോൾ പ്രേംകുമാർ ചോദിച്ച ചോദ്യം ന്യായമല്ലേ? പ്രേംകുമാറിനെ ഒറ്റയടിക്ക് മാറ്റുന്നു, ഒരു കാരണവും പറയാതെ അങ്ങ് മാറ്റുകയാണ്. അതേസമയം ഇപ്പുറത്തെ സച്ചിദാനന്ദൻ അതേ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തു ആ ഭരണസമിതിയുടെ. അപ്പം നിലപാടുകളില്ല, മാനദണ്ഡങ്ങളില്ല, ഒന്നുമില്ല. ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പോകുന്നത് ഒരു കലാകാരൻ എന്നല്ല, ഒരാളിനും ഉൾക്കൊള്ളാൻ പറ്റില്ല, കലാകാരന്മാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി എത്രയോ പേർ ഇപ്പം ഇവരൊക്കെ വെളിയിൽ പറയുന്നതേ ഉള്ളൂ. അവർ തുറന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളത് ചർച്ചയാകുന്നത്. തുറന്ന് സോഷ്യൽ മീഡിയയിൽ പറയാത്ത എത്രയോ പേരുണ്ടാവും സ്വകാര്യമായി പറയുന്നു. അത് തീർച്ചയായിട്ടും നല്ലതാണ്. ഈ ഭരണത്തിനെന്നല്ല, ഏത് ഭരണത്തിനാണെങ്കിലും ഭരണാധികാരികളും പാർട്ടിയും ഏകാധിപത്യത്തിലേക്ക് പോയാൽ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ചരിത്രകാരന്മാർ ഇങ്ങനെയൊക്കെ ഉള്ളവരാണല്ലോ ഈ നാട്ടിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടുന്നത്. അത് നല്ല തീരുമാനം തന്നെയാണ് അവരുടെ എല്ലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.